ഈ പറശ്ശിനിക്കടവിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. നമ്മളിപ്പോൾ ഉള്ളത് ചമ്രവട്ടം പാലത്തിലാണ്. നമ്മളെ പിറകിലായിട്ട് കാണുന്നത് ഭാരതപ്പുഴയാണ്. അപ്പം നമ്മൾ നേരെ പിടിക്കുന്നത് തൃശ്ശൂരേക്കാണ്. ഇന്ന് ഏപ്രിൽ 19 തൃശ്ശൂർ പൂരം നടക്കുന്ന ദിവസമാണ്. ഇന്നലെ ആയിരുന്നു പൂര വിളംബരവും അതുപോലെ വടക്കേ നട തുറക്കലും ഒക്കെ. അപ്പം ഇന്നാണ് മെയിൻ പൂരം നടക്കുന്നത്. നാളെ പുലർച്ചെയാണ് വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ പൂരത്തിൻ്റെ മാക്സിമം വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ വണ്ടി നിർത്തിയെന്ന് വെച്ചാൽ ഇവിടെ നല്ലൊരു കാഴ്ചകളാണ്. ഈ പാലത്തിൽ ബൈക്ക് നിർത്താൻ പറ്റുമോ അറിയില്ല. അപ്പോൾ നല്ല നീളം കൂടിയൊരു പാലമാണ് കേട്ടോ ഒരു ചമ്രവട്ടം പാലം എന്ന് പറയുന്നത്. അതായത് ഈ ഭാരതപ്പുഴയുടെ നല്ലൊരു വീതി കൂടിയൊരു ഭാഗമാണ്. ഒരുപാട് ഏരിയ ഉണ്ട് ഇവിടെ. ഇതിലൊക്കെ ഇടയിലൂടെ വെള്ളമുണ്ട്, അതുപോലെ കുറേ കരകളായിട്ട് കിടക്കുന്ന ഭാഗം. ഇവിടേക്ക് കുറേ പശുവിനൊക്കെ മേയ്ക്കാൻ വേണ്ടി കൊണ്ട് കെട്ടിയിട്ടുണ്ട്. കുറച്ച് ആളുകളൊക്കെ അതിലൂടെയൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ അത്ര മനോഹരമാണ്. പിന്നെ ഇവിടെയൊക്കെ വൈകുന്നേരങ്ങളൊക്കെ വന്നു നിൽക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഇവിടെ ബൈക്കൊന്നും നിർത്താൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നിർത്തി വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 60 കിലോമീറ്റർ കൂടി ഓടാൻ കിട്ടും തൃശ്ശൂരേക്ക്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പം നമ്മളിതാ 3 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ തൃശ്ശൂർ എത്തിയത്. ആ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിതാ തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ ആ ഒരു റോഡിലൂടെ നടന്നു പോവുകയാണ്. ഇപ്പം ഇവിടെ ഒരുപാട് കാര്യങ്ങളാണ് കേട്ടോ. ആളുകൾ ഒരുപാട് സാധനങ്ങൾ സൗജന്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മാതൃഭൂമി പത്രമാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്കെല്ലാം ഓരോ സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ആ ഒരു ആനച്ചമയം, ആനയെ ഒരുക്കുന്ന, ആനയെ കുളിപ്പിക്കുന്ന അതിനൊക്കെയുള്ള സ്ഥലമാണ്. ഇവിടെ ആയിട്ട് കണ്ട് ആനകളെ കൊണ്ടുപോകുന്ന ഒരുപാട് ലോറികളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഈ ഒരു ഗ്രൗണ്ടിൽ. ഇപ്പം വെയിലാണ്, അത്യാവശ്യം നല്ല വെയിലാണ്. ഇവിടെ സംഭാരം കൊടുക്കുന്നുണ്ട്. ഓരോ ടീമാണ് കേട്ടോ ഇവിടെയുള്ള ഓരോ ടീം. ഇതുപോലെ ഓരോ സ്പോൺസർ, വെള്ളം സ്പോൺസറല്ല, അത് ക്യാഷ് കൊടുത്തിട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ ഫുൾ ഇത് തന്നെയാണ് കാഴ്ച. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ആ ഒരു പന്തൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ സംഭാര വിതരണം, കുടിവെള്ള വിതരണം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫുള്ള് ഉച്ചഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സമയം 11 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ഒരുപാട് ആളുകളാണ് ഈ ഒരു ഭക്ഷണം സൗജന്യമായി കൊടുക്കുന്നതാണ്. ഇപ്പം ഭക്ഷണവും അതിൻ്റെ കൂടെ ഒരു ബോട്ടിൽ വെള്ളവും ഞാനും മേടിച്ചു കിട്ടോ. എന്തായാലും നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. ഇപ്പം എന്തായാലും മേടിച്ച് ബാഗിലൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കുറേ ആളുകൾ ഇവിടെ നിന്ന് തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിനും. ഇനിയും മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇവിടെയൊക്കെ കുടിവെള്ള വിതരണം, സംഭാരമാണ് കൂടുതലായിട്ടും. ചൂടായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളാണ് മേടിച്ച് കഴിക്കുന്നത്. പൂരത്തിന് വന്നു കഴിഞ്ഞാൽ മെയിൻ ഒരു സംഭവമാണ് കേട്ടോ. ഇവിടെ വിശറി നൽകാറുണ്ട്. ഓരോ ടീമിൻ്റെ പരസ്യങ്ങളാണ്. അപ്പോൾ ആ ഒരു പരസ്യത്തോടൊപ്പം തന്നെ അവർ ഇങ്ങനെയുള്ള സാധനങ്ങളും നൽകുമ്പം ആളുകൾക്കും ഒരു ഗുണമാണ്, അതുപോലെ അവർക്കൊരു പരസ്യവുമായി. അപ്പോൾ എന്തായാലും വിശറി ഇവിടെ കൊടുക്കുന്നത് കാണുന്നില്ല, പക്ഷേ എല്ലാവരെയും കയ്യിൽ വിശറി ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മേടിക്കാം. എന്താ വെച്ചാൽ വിശറി നമുക്ക് അത്യാവശ്യമായ ഒരു സാധനമാണ്. അപ്പോൾ ഇവിടെ ആയിട്ട് എന്തോ കൊടുക്കുന്നുണ്ട്, തൊപ്പിയാണെന്ന് തോന്നുന്നു. പക്ഷെ തൊപ്പിയല്ല കൊടുക്കുന്നത്, ഒരു സഞ്ചിയും ഒരു വെള്ളത്തിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ആ സഞ്ചിയിൽ ഇവരെ ജയലക്ഷ്മീൻ്റെ പരസ്യമാണ്. ഇപ്പം എന്തായാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് സാധനങ്ങളാണ് ഇവിടെ പല ടീമുകളും അവരുടെ പരസ്യത്തോടൊപ്പം അവർ നൽകുന്നത്. എന്തായാലും ആളുകൾക്ക് വലിയൊരു ഉപകാരമാണ്. അപ്പം നമ്മൾ പന്തലൊക്കെ കിടന്ന് നമ്മൾ ഈ ഒരു നടയിലൂടെ നടന്നു പോവാണ്. ഒരുപാട് കച്ചവടങ്ങളാണ് ഇരുവശത്തും ഉള്ളത്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 11:15 ആവുന്നേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പം ക്ഷേത്രത്തിൽ ഒരുപാട് ആളുകളുണ്ടാവും. അവിടെ ചെറുപൂരങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ ഒരു ടൈമിന്. ഉച്ചയ്ക്ക് ശേഷം 2 മണി കഴിഞ്ഞിട്ടാണ് ഇലഞ്ഞിത്തറ മേളം നടക്കുക. ആ ഒരു 2 മണിയൊക്കെ കഴിഞ്ഞ് സമയങ്ങളിൽ കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കും. വൈകുന്നേരം 5 മണി 5:30ക്കാണ് നമ്മുടെ ആ ഒരു കുടമാറ്റത്തിൻ്റെ സമയം പറഞ്ഞിട്ടുള്ളത്. അത് നമ്മളെ പടിഞ്ഞാറേ നടക്കിലാണെന്ന് തോന്നുന്നു കുടമാറ്റം നടക്കുന്നത്.
അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതാ ചെറു പൂരങ്ങൾ വന്ന് ഓരോ ദേശത്തിൻ്റെയും പൂരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ്. മേളത്തിനൊത്ത് ആളുകൾ കുട്ടികളും ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ള ആളുകൾ വരെ ഇവിടെ ആ മേളത്തിനൊത്ത് തുള്ളിക്കൊണ്ടിരിക്കും. വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ആ ഒരു വടക്കേ നടയാണെന്ന് തോന്നുന്നു ഇത്. നമുക്ക് ആ ഒരു പൂരത്തിനൊന്നും വന്നു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മളിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് പൂരത്തിന് വരുന്നത്. കത്തുന്ന വെയിലിലും കണ്ടില്ലേ ഇവിടുത്തെ ആളുകൾ ആ ഒരു പൂരത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. പൂരത്തിൽ മുഴുകി ചുവടുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരത്തെ ആളുകൾ മാത്രമല്ല കേട്ടോ, പുറത്തുനിന്ന് വരുന്ന ആളുകളും ആ ഒരു പൂരക്കമ്പക്കാർ അതിൽ ആസ്വദിച്ച് ആ ഒരു മേളത്തിൻ്റെ ആ ഒരു പഞ്ചാരി മേളത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. കൊമ്പന്മാരുടെ ഗജവീരന്മാർ നിരന്ന് നിന്നുകൊണ്ട് ആ മുന്നിലായിട്ട് മേളം നടക്കുകയാണ്. എന്തായാലും മുത്തുക്കുടകളും ഒക്കെ ചൂടി ഓരോരോ ദേശക്കാരിങ്ങനെ കടന്നു വരിക ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ടൊരു 45 മിനിറ്റ് ഇവിടെ നിന്ന് അവർ കൊട്ടും. വരുന്ന വഴിക്ക് ആ ഒരു കയറുന്ന വഴിയിൽ അതുപോലെ ഇത്രയും സമയം കൊട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഓരോരോ ദേശക്കാർ പിറകിലായിട്ട് അടുത്ത ദേശക്കാർ കാത്തു നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഇവിടെ നിന്ന് കൊട്ടി ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ടീം ഇവിടേക്ക് വന്ന് കൊട്ടുക ചെയ്യുന്നത്. എന്തായാലും കടുത്ത വെയിലാണ്. ഈ വർഷം ഞാൻ വരുന്ന സമയത്ത് ഞാൻ കരുതിയ ഇവിടേക്ക് ആ ഒരു പച്ച ഷീറ്റ് തന്നെ കെട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് മൊത്തമായിട്ട് കെട്ടാത്തതെന്നറിയില്ല. എന്തായാലും ആ ആനകൾക്ക് നിൽക്കാൻ വേണ്ടി മാത്രം ആ ഒരു ഭാഗത്ത് മാത്രം ആ ഒരു ആനയ്ക്ക് തണൽ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ആ ഒരു പച്ച ഷീറ്റ് കെട്ടിയിട്ടുണ്ട്. എന്തായാലും വെയിലൊന്നും ആളുകൾക്ക് ഒരു പ്രശ്നവുമില്ല. വെയിലൊന്നും കൂസാതെ ആളുകൾ അതിൽ മതിമറന്ന് ആ ഒരു പൂരത്തിൽ ലയിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അധിക സമയം നിൽക്കാൻ പറ്റില്ല. ഫുള്ള് വേർത്ത് നാശമായിട്ടുണ്ട്. പിന്നെ നമുക്ക് മെല്ലെ പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഇതാ ദേവിയുടെ തിടമ്പേറ്റിക്കൊണ്ട് ഇതേത് ദേശത്തിൻ്റെയാണെന്നറിയില്ല. എന്തായാലും ദേവിയുടെ തിടമ്പേറ്റിക്കൊണ്ട് നമ്മുടെ നന്ദിലത്ത് ഗോപാലകൃഷ്ണനാണ്. അപ്പോൾ ഈ ഒരു മേളം കൊട്ടിക്കഴിഞ്ഞാൽ ഈ കൊമ്പൻ ഉള്ളോട്ടേക്ക് പോവാണ്. അതുപോലെ മറ്റ് കൂട്ട് കൊമ്പന്മാരൊക്കെ പുറത്തേക്കും പോയി.
ഇനി അടുത്ത ദേശത്തിൻ്റെ ആ ഒരു മേളം ഇവിടേക്ക് കയറി വരും. മറ്റ് കൊമ്പന്മാരൊക്കെ ഇതാ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം അടുത്ത ദേശത്തിൻ്റെ ടീം ആ കൊമ്പന്മാരും അതുപോലെ മേളത്തോടൊപ്പം ഇതാ ഈ ഒരു പന്തലിനടിയിലേക്ക് വരും. അപ്പോൾ ആനയ്ക്ക് ആ ഒരു ചൂട് അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആന നിൽക്കുന്ന ഭാഗത്ത് മാത്രം ഈ ഒരു പച്ച ഷീറ്റ് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ആ ഒരു കുറച്ച് ദൂരം ഇതിങ്ങനെ കെട്ടുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്കും അതുപോലെ ചെണ്ട കൊട്ടുന്ന ആളുകൾക്കും ഒക്കെ ആ ഒരു തണൽ കിട്ടുമായിരുന്നു. ഇതെന്താ വെച്ചാൽ മണിക്കൂറോളം ചെണ്ട കൊട്ടുന്ന സമയത്ത് ഇവിടെ ഒരുപാട് കാഷ്വാലിറ്റിയാണ് സംഭവിക്കുന്നത്. ഒരുപാട് ആളുകൾ തളർന്നു, ഒരുപാട് ആൾക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പം അതിനുള്ളൊരു ആക്കം കുറയ്ക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ആളുകൾ ഒരു ടീം പോയി കഴിഞ്ഞപ്പോഴത്തെ ആളുകളെല്ലാം ഇവിടേക്ക് ഇറങ്ങി വന്ന് മൊത്തം തിരക്കായി. ഇപ്പം പോലീസ് അതുപോലെ സംഘാടകരും ചേർന്ന ആളുകളെ പിറകോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആനകളുടെ അടുത്ത് നിന്നും. അതിനിടയ്ക്ക് ആളുകളുടെ വക കുറച്ച് തിരക്കും പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ പോലീസ് പെട്ടെന്ന് തന്നെ ഇടപെട്ട് ആളുകളെയൊക്കെ പുറകോട്ട് മാറ്റുകയാണ്. ആളുകൾ മാറിക്കഴിഞ്ഞാലേ ഉള്ളൂ ആ ഒരു മേളക്കാർക്കും അതുപോലെ ആനയ്ക്കും ഒക്കെ മുമ്പോട്ടേക്ക് വരാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ ആനയുടെ അടുത്ത് നിന്നും ആളുകളെ കുറച്ച് അകലെയാണ് നിർത്തിക്കുന്നത്. അപ്പോൾ അടുത്ത ദേശത്തിൻ്റെ ആ ഒരു മേളം ഇതാ ഇവിടെ ആരംഭിച്ചു. താഴെ ആ ഒരു പടിക്കൽ അവർ ഇതുപോലെ കുറേ സമയം നിന്ന് മേളം കൊട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടേക്ക് വരുന്നത്. ഇവിടെ വന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂറിന് മുകളിൽ വീണ്ടും അവർ മേളം കൊട്ടും. അങ്ങനെയാണ് ഇവിടെ ചെറുപൂരങ്ങൾ എന്നാണ് ഇതിന് പറയുക. ചെറുപൂരങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കുറേയധികം ദേശത്തിൻ്റെ പൂരങ്ങൾ അവരുടെ ദേശത്തിൻ്റെ ആ ഒരു തിടമ്പേറ്റിക്കൊണ്ടാണ് ആനകൾ കൊമ്പന്മാർ വരുന്നത്. മേളക്കൊഴുപ്പിൽ ആളുകൾ ചുവട് വെച്ചുകൊണ്ട് ആ ഒരു ഗജവീരന്മാരുടെ മുത്തുക്കുടയും വെഞ്ചാമരമെല്ലാം വീശി ആ ഗജവീരന്മാർ നിരന്നു നിൽക്കുന്ന കാഴ്ച അതൊന്ന് കണ്ട് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ വന്ന് നമുക്കൊന്ന് ആസ്വദിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. അധിക സമയം നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പൂരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് പോവാം. അപ്പം നമുക്ക് പുറത്തുള്ള ആ കാഴ്ചകളൊക്കെ നടന്ന് നമുക്ക് കാണാം. വെയിൽ അത്രയും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ വെയിൽ എന്ന് പറയുന്നത്. അത്രയ്ക്കും കഠിനമായ വെയിലാണ്. അപ്പം നമ്മൾ പുറത്തെ ആ ഒരു പന്തലിലൂടെ മെയിൻ റോഡിലേക്ക് ഇറങ്ങി നമ്മൾ ആ ഒരു വടക്കേ നടയാണെന്ന് തോന്നുന്നു ഇത്. അപ്പോൾ ഇനി നമുക്ക് തെക്കേ നട ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് പോയി നോക്കാം. റോഡിലൊക്കെ ആനകൾക്ക് വരാൻ വേണ്ടിയിട്ട് റോഡെല്ലാം നനച്ച്, ആനകൾ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് റോഡെല്ലാം നനച്ചിടും. അപ്പോൾ ആ ഒരു ചൂട് ആനകൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ആയിട്ട് ഇതാ ഒരു നാടോടികളുടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഇതെല്ലാ വർഷവും ഇവരിങ്ങനെ നടത്താറുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇവരിങ്ങനെ വന്ന് വൈകുന്നേരം ആകുമ്പോഴത്തെ ഒരുപാട് പ്രാവശ്യം ഇവർ ഈ ഒരു പരിപാടി അവതരിപ്പിച്ച് അത്യാവശ്യം പൈസയൊക്കെ ഇവർക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും ജീവിക്കാനുള്ള അവരുടെ ഒരു ഉപജീവന മാർഗമാണ്. ഇവിടെയൊക്കെ റോഡ് സൈഡിലായിട്ട് ഒരുപാട് ആംബുലൻസ് അതുപോലെ ഫയർ റെസ്ക്യൂ ടീം ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. കുറേയധികം ആംബുലൻസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത നടപ്പന്തൽ കാണുന്നുണ്ട്. ഇവിടെയായിട്ട് നമ്മുടെ സേവാഭാരതി കണ്ണൂർ എന്നാണ് എഴുതി വെച്ചത്. സേവാഭാരതി കണ്ണൂരിൻ്റെ ഈ കുടിവെള്ള വിതരണം നടക്കുന്നുണ്ട്. മറ്റിടങ്ങളിലും അതുപോലെ സേവാഭാരതിൻ്റെ കുടിവെള്ള വിതരണം കണ്ടിട്ടുണ്ട്. ചുക്കുവെള്ള വിതരണമാണ്. ഇപ്പം നമ്മുടെ ഈ ഒരു പന്തലിനടിയിലായിട്ട് നമ്മുടെ പൂരം കഴിഞ്ഞ് വന്ന നമ്മുടെ ഗോപാലകൃഷ്ണൻ ഇവിടെ നിൽക്കുകയാണ്.
ആളുകളെല്ലാം വന്ന് സെൽഫിയും അതുപോലെ ഫോട്ടോസും ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ ഗജവീരനെ. എന്തായാലും നമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു നടയാണ്. ഈ ഒരു ഭാഗത്തൊരു ചെറിയൊരു ഗണപതിയുടെ ഒരു ചെറിയ ക്ഷേത്രം കാണുന്നുണ്ട്. ഇതേത് നടയാണെന്ന് അറിയില്ല. എന്തായാലും ഇതുവഴിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വഴിക്ക് കയറിയത്. ഇവിടെ ആയിട്ട് കുറേ ഐസ്ക്രീമിൻ്റെയും അതുപോലെ ഐസിൻ്റെയും ഒക്കെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും ഒക്കെ ഇവിടെയൊക്കെ പല ഭാഗത്തായിട്ട് ആളുകൾ വിശ്രമിക്കുകയാണ്. ഇത് നമ്മളെ രാത്രി നടക്കുന്ന വെടിക്കെട്ടിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടോ. ഇവിടേക്ക് ആളുകളൊക്കെ നടന്ന് ഈ കുഴിയൊക്കെ അടഞ്ഞു പോയിട്ടുണ്ട്. എന്തായാലും പുലർച്ചെ ഇന്നിപ്പോൾ ഉച്ചയായിട്ടുണ്ട്. നാളെ പുലർച്ചെ അതായത് 2 മണി 3 മണിയോട് അടുക്കുന്ന സമയത്താണ് വെടിക്കെട്ട് എന്നാണ് അറിയാൻ പറ്റിയത്. എന്തായാലും നമുക്ക് വെടിക്കെട്ടിന് നിൽക്കാൻ പറ്റുമോ അറിയില്ല. എന്തായാലും നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മൾ നിൽക്കും, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകും. ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ കിട്ടുന്ന ആ ഒരു തണലിൽ, മരത്തിൻ്റെയൊക്കെ തണലിൽ ആളുകൾ ഐസൊക്കെ കഴിച്ച് വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വൈറ്റ് ഷർട്ട് ഇട്ട് പോകുന്ന ആളാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർ കലക്ടറാണ്. അദ്ദേഹം ഇവിടെയൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വരുന്ന ഫോറിനേഴ്സിനോടൊക്കെ അദ്ദേഹം സംസാരിച്ച് അവർക്ക് ഇരിക്കാൻ വേണ്ട സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ തെക്കേ നടയാണ് കേട്ടോ. ഈ ഒരു തെക്കേ നടയിലാണ് കുടമാറ്റം കാര്യങ്ങൾ നടക്കുന്നത്. ഈ കാണുന്നത് നമ്മുടെ VIPസിനൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ്. ഇപ്പോൾ നമ്മൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു VIPസിന് അങ്ങനെ പ്രത്യേകിച്ച് സൗകര്യമൊന്നും ഇല്ല എന്നൊക്കെ. പക്ഷേ അവിടെ സ്പെഷ്യൽ ഗസ്റ്റുകൾക്കൊക്കെ ഇരിക്കാനുള്ള ഒരു സ്ഥലം അവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ചാനലിൻ്റെ ആളുകൾക്ക് നിൽക്കാനുള്ള, വീഡിയോ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ കുടമാറ്റം കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ കുടമാറ്റം വൈകുന്നേരം 5:30 മണിക്കാണ് സമയം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആയിട്ട് ഈ വടക്കേ നടക്കിൽ ഒരുപാട് ആളുകൾ വന്ന് തടിച്ചു കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവം എന്ന് അന്വേഷിച്ചപ്പോൾ നമ്മുടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ ആ ഒരു തെക്കേ നട തുറന്നുള്ള വരവ് കാണാനായിട്ട് ഒട്ടനവധി ആളുകളാണ് ഇവിടെ രാമനെ കാണാനായിട്ട് തടിച്ചു കൂടിയിട്ടുള്ളത്. ചാനലിൻ്റെ ആളുകളുണ്ട്, യൂട്യൂബേഴ്സുണ്ട്, രാമൻ്റെ ഒരുപാട് ആരാധകരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ രാമൻ്റെ ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്, അത് കയറി കാണുക. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നെല്ലാം പോയി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് വിശ്രമിച്ച് ഇപ്പോൾ മുകളിലേക്ക് നോക്കി കിടക്കുമ്പോഴാണ് നമ്മളൊരു കാഴ്ച കണ്ടത്. അവിടേക്ക് നോക്കുമ്പോൾ ആ ഒരു മരത്തിൽ മുകളിൽ നമ്മുടെ വവ്വാലാണ്. അപ്പം നമ്മുടെ കുറച്ച് മുമ്പൊക്കെ ആണെങ്കിൽ നമ്മളത് കണ്ടാൽ തന്നെ നമ്മൾ പേടിക്കുമായിരുന്നു. നിപ്പേൻ്റെയൊക്കെ ഒരു കാലമായിരുന്നു കുറച്ച് മുമ്പേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ 2ാമത്തെ പാർട്ട് നിങ്ങൾ എന്തായാലും കയറി കാണണം. അതിലാണ് നമ്മൾ കുടമാറ്റം, എലിഞ്ഞിത്തറ മേളമൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.